നമസ്കാരം. അന്താരാഷ്ട്ര രാഷ്ട്രീയത്തിൽ വലിയ ചർച്ചകൾക്ക് വഴിവെച്ചിരിക്കുകയാണ് അമേരിക്കൻ പ്രതിരോധ മന്ത്രാലയത്തിന്റെ പുതിയ തീരുമാനം. അമേരിക്കയുടെ ഏറ്റവും വലിയ സൈനിക കമാൻഡുകളിലൊന്നായ US ഇൻഡോ പസഫിക് കമാൻഡ് ഇനി മുതൽ US പസഫിക് കമാൻഡ് എന്ന് പുനർനാമകരണം ചെയ്യപ്പെട്ടിരിക്കുന്നു. 8 വർഷത്തെ ഇടവേളയ്ക്ക് ശേഷമാണ് ഇത്തരമൊരു തിരിച്ചുപോക്ക്. G7 ഉച്ചകോടിക്കിടെയുണ്ടായ ഈ മാറ്റം ലോക ശ്രദ്ധ ആകർഷിച്ചിരിക്കുകയാണ്. എന്താണ് ഈ പേരുമാറ്റത്തിന് പിന്നിലെ ഔദ്യോഗിക വിശദീകരണം? 1947 സ്ഥാപിതമായ ഈ കമാൻഡിന് 7 പതിറ്റാണ്ടിലേറെ ചരിത്രമുണ്ട്. ഈ പാരമ്പര്യത്തെയും ചരിത്രപരമായ വേരുകളെയും ആദരിക്കാനാണ് പഴയ പേര് തന്നെ തിരികെ കൊണ്ടുവന്നതെന്നാണ് പെന്റഗൺ വ്യക്തമാക്കുന്നത്. എന്നാൽ പേര് മാറിയെങ്കിലും ഈ കമാൻഡിന്റെ അധികാര പരിധിയിലോ പ്രവർത്തനങ്ങളിലോ ലക്ഷ്യങ്ങളിലോ ഒരു മാറ്റവുമില്ല. അമേരിക്കയുടെ പടിഞ്ഞാറൻ തീരം മുതൽ ഇന്ത്യയുടെ പടിഞ്ഞാറൻ അതിർത്തി വരെ നീളുന്ന വിശാലമായ മേഖല ഇപ്പോഴും ഈ കമാൻഡിന്റെ സുരക്ഷാ ഉത്തരവാദിത്വത്തിലാണ്. അപ്പോൾ പിന്നെ എന്തുകൊണ്ടാണ് ഈ മാറ്റം ഇത്രയേറെ ചർച്ചയാകുന്നത്? 2018 ഡൊണാൾഡ് ട്രംപിന്റെ ഭരണകാലത്താണ് ഇൻഡോ പസഫിക് എന്ന പേര് സ്വീകരിച്ചത്. ഇന്ത്യൻ മഹാസമുദ്രവും പസഫിക് സമുദ്രവും തമ്മിലുള്ള തന്ത്രപരമായ ബന്ധത്തെ അംഗീകരിക്കാനും ഇന്ത്യയുമായുള്ള പ്രതിരോധ സഹകരണം ശക്തമാക്കാനുമാണ് അന്ന് ഇൻഡോ എന്ന വാക്ക് ചേർത്തത്. എന്നാൽ ഇപ്പോൾ അത് ഒഴിവാക്കി പഴയ പസഫിക് കമാൻഡ് എന്ന പേരിലേക്ക് മടങ്ങിയത് ഇന്ത്യ അടക്കമുള്ള രാജ്യങ്ങൾക്കിടയിൽ പല ചോദ്യങ്ങളും ഉയർത്തുന്നുണ്ട്. അമേരിക്ക ഇൻഡോ പസഫിക് നയത്തിൽ നിന്നും ക്വാഡ് പോലുള്ള കൂട്ടായ്മകളിൽ നിന്നും പിന്മാറുകയാണോ എന്ന ആശങ്ക പലരും പങ്കുവെക്കുന്നുണ്ട്. പല രാഷ്ട്രീയ എതിരാളികളും ക്വാഡിന്റെ ശവപ്പെട്ടിയിലെ ഒരു ആണികൂടി എന്നാണ് വിശേഷിപ്പിക്കുന്നത്. ചുരുക്കത്തിൽ പെന്റഗൺ ഇതിനെ വെറുമൊരു ഭരണപരമായ മാറ്റമായി അവതരിപ്പിക്കുമ്പോൾ രാഷ്ട്രീയ നിരീക്ഷകർ ഇതിനെ അമേരിക്കയുടെ മുൻഗണനകളിൽ ഉണ്ടാകുന്ന മാറ്റമായാണ് കാണുന്നത്. മേഖലയിലെ സുരക്ഷാ സമവാക്യങ്ങളിൽ ഇത് എത്രമാത്രം സ്വാധീനം ചെലുത്തുമെന്ന് വരും ദിവസങ്ങളിലെ അമേരിക്കയുടെ നിലപാടുകൾ വ്യക്തമാക്കും. നിങ്ങൾക്കും നിങ്ങളുടെ അഭിപ്രായം കമന്റിൽ രേഖപ്പെടുത്താം. ഇന്ത്യയോടുള്ള അകൽച്ച കൊണ്ടാണോ ഇപ്പോൾ ഈ പേരുമാറ്റം? അപ്പോൾ മറ്റൊരു വാർത്തയുമായി വീണ്ടും കാണാം. നന്ദി.